ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാളെ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുകയാണ്. യൂട്യൂബറായ കൊണ്ടോട്ടി അബുവിനെയാണ് പ്രതി ചേർത്തത്. കേസിലെ പ്രതിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. വീട്ടിൽ പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. SS ശരൺ ആണ് ചേരുന്നത്. ശരൺ, ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താ? വിനീത, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി CK ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തുന്നു, അവിടെ പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധന നടത്തിയെന്ന് CK ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ CK ഗോപാലകൃഷ്ണനോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CK ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒളിവിലുള്ള ഇയാൾ ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നമ്മൾ നേരത്തെ കേസിന് പിന്നാലെ നമ്മൾ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതോടൊപ്പം തന്നെയാണ് കേസിൽ ഒരു പ്രതിയെ കൂടി ചേർത്തിരിക്കുന്നു, ഒരാളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ കേസിൽ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം പ്രതി KM ഷാജഹാനാണ്. ഇതിന് പുറമെയാണ് രണ്ടാം പ്രതി CK ഗോപാലകൃഷ്ണൻ. ഇതിലിപ്പോൾ മൂന്നാം പ്രതിയായിട്ടാണ് കൊണ്ടോട്ടി അബുവിനെ, അതായത് യൂട്യൂബറാണ് കൊണ്ടോട്ടി അബുവിനെ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഇയാളുടെ യൂട്യൂബിലൂടെ അപവാദ പ്രചാരണം KJ ഷൈനെയും ഒപ്പം തന്നെ വൈപ്പിൻ MLA ആയ KN ഉണ്ണികൃഷ്ണനെയും ചേർത്ത് അപവാദ പ്രചാരണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെപ്പോൾ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ KJ ഷൈൻ നൽകിയ പരാതിയിൽ പല ആളുകളുടെയും പേരുകൾ ഉണ്ടായിരുന്നു. ഒരു പത്രത്തിന്റെ പേരിന് പുറമെ തന്നെ കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളുടെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രതി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ചില വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെയുള്ള വിവരശേഖരണമൊക്കെ തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അപവാദ പ്രചാരണം യൂട്യൂബിലൂടെ നടത്തിയതിന് കൊണ്ടോട്ടി അബു എന്ന യൂട്യൂബറെയും പ്രതി ചേർത്തിരിക്കുന്നത്. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു എന്നതാണ്. ഒരാളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു, യൂട്യൂബറെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ശരൺ വിവരങ്ങൾ നൽകുകയായിരുന്നു.